പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലായിരുന്ന ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ലൂക്കാസ് സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങളെ ഒരല്പനേരം ധ്യാനിച്ചിട്ട് ഉറക്കത്തിലേക്ക് നമുക്ക് കടക്കാം. ഈശോ ഇന്ന് ഈ രാത്രിയിൽ നമ്മോട് ചോദിക്കുകയാണ്, അല്ലയോ മകനെ, മകളെ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ഈ ജീവിതത്തിന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുകയാണ്. ഈശോയെ, അങ്ങ് എന്നോട് കണക്ക് ചോദിക്കുമ്പോൾ ഈ സുവിശേഷത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യസ്ഥനുണ്ട്. ഈ കാര്യസ്ഥൻ അവിശ്വസ്തനാണ് എന്ന് അറിയുമ്പോൾ യജമാനൻ അവനോട് കണക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പറയുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും എത്രമാത്രം അവിശ്വസ്തതയാണ് ഞങ്ങളും അങ്ങയോട് കാണിക്കുന്നത്. കണക്ക് ബോധിപ്പിക്കേണ്ട ജീവിതമാണ് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും ഞങ്ങൾ മറന്നുപോകുകയാണ്. ഈശോയെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബം, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അധികാരികൾ, ഞങ്ങളുടെ ജോലി, ഈ എല്ലാ മേഖലകളിലും കർത്താവെ എത്രമാത്രം വിശ്വസ്തരായിട്ടാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്. കാരണം ഞങ്ങളെല്ലാവരും കാര്യസ്ഥർ മാത്രമാണ്. അങ്ങ് മാത്രമാണ് എല്ലാത്തിനും അധിപനായിട്ടുള്ളത്. കാര്യസ്ഥരാണ് എന്ന യാഥാർത്ഥ്യം മറന്നുപോയി ഞങ്ങൾ പലപ്പോഴും വലിയ അധികാര മനോഭാവത്തോടുകൂടെ ഞങ്ങളുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഞങ്ങൾ പലരോടും ഇടപെടാറുണ്ട്. കർത്താവെ, ഈ രാത്രി ഞങ്ങൾക്കൊരു ആത്മശോധന നൽകുന്ന ഒരു രാത്രിയാകട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കണക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾ എപ്രകാരമായിരിക്കണം അങ്ങയുടെ മുൻപിൽ കടന്നു വരേണ്ടത് എന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. ഈ കാര്യസ്ഥൻ തീരുമാനിക്കുന്നുണ്ട്, ഞാൻ യജമാനൻ്റെ കടക്കാരോട് ഞാൻ അനുകമ്പ കാണിക്കുമെന്ന്. ഞങ്ങളുടെ കടക്കാരോട് അനുകമ്പ കാണിക്കണം എന്ന് ഞങ്ങളെ ഈശോയെ ഓർമ്മപ്പെടുത്തണമേ. കടം കൊണ്ട ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. മാതാപിതാക്കളിൽ നിന്നും കടമെടുത്ത ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. സഹോദരങ്ങളിൽ നിന്നും കടം കൊണ്ട ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. ഇവരോടൊക്കെ അനുകമ്പയും സ്നേഹവുമൊക്കെ കാണിക്കേണ്ടവരല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ കടം കൊണ്ട ജീവിതത്തിൽ അവരോടൊക്കെ എളിമപ്പെടുവാനും അനുകമ്പ കാണിക്കുവാനുമുള്ള കൃപ നൽകണമേ. ഒപ്പം ഒരു നാൾ ഈശോ ഞങ്ങളോട് കണക്ക് ചോദിക്കുമെന്നുള്ള വലിയ യാഥാർത്ഥ്യ ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് നൽകുകയും ചെയ്യണം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ.
പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഈ രാത്രിയെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, കടം കൊണ്ട ജീവിതത്തിൽ മറ്റുള്ളവരോടൊക്കെ ഇളവ് നൽകുവാൻ, കടക്കാരോട് ഇളവ് നൽകുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ കടമെടുത്ത ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. ഒപ്പം ഈശോയെ, അങ്ങ് ഞങ്ങളോട് കണക്ക് ചോദിക്കുമ്പോൾ ഈശോയെ വിശ്വസ്തരായി നിൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥനയോടുകൂടെ ശാന്തമായി നമുക്കുറങ്ങാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.